ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ചോക്ലേറ്റ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഇന്ന് ഞാൻ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ചോക്ലേറ്റ് മൗൾഡ് ഉപയോഗിക്കാതെ പകരം ഐസ് ട്രേ ആണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. കൊക്കോ പൗഡർ, മിൽക്ക് പൗഡർ, ഷുഗർ, ബട്ടർ 4 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഡാർക്ക് ചോക്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. ഡബിൾ ബോയിലിംഗ് വഴിയാണ് ഇവിടെ എല്ലാം നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു സോസ് പാനിൽ അല്പം വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരു ബൗൾ വെച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൗഡർ ഷുഗർ ചേർത്ത് കൊടുക്കണം. ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗറാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ നന്നായിട്ട് ബട്ടറിൽ മെൽറ്റ് ചെയ്ത് കിട്ടണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കാം. ഷുഗറും ബട്ടറും നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊക്കോ പൗഡർ എടുത്തെടുക്കാം. നമുക്ക് ആവശ്യം ഒരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. അത് ഇതിലേക്ക് ചേർത്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൊക്കോ പൗഡർ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം സെറ്റ് ആവാൻ വേണ്ടി വയ്ക്കാം. ചോക്ലേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഐസ് ട്രേ ആണ്. ഐസ് ട്രേ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള എന്ത് ബൗൾ വേണമെങ്കിലും എടുക്കാം. ആ ഒരു ഷേപ്പ് കിട്ടുന്ന മാത്രമേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഐസ് ട്രേയിൽ ഒരല്പം ബട്ടറും കൂടി ഞാൻ തടവിയായിരുന്നു. വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും ഞാൻ ഇതിൽ തന്നെയാണ് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. അതുകൊണ്ട് അതും കൂടി ഉണ്ടാക്കിയതിന് ശേഷം ഒന്നിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി വൈറ്റ് ചോക്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാത്രം കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ ഇവിടെ ഒരു 50 ഗ്രാം ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ എടുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റാകാൻ വയ്ക്കാം. ഇനി മിൽക്ക് ചോക്ലേറ്റ് തയ്യാറാക്കിയെടുക്കാം. ഇതിനും 50 ഗ്രാം ബട്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് നല്ലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തെടുക്കാം. അടുത്തത് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു 2 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റ് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ട്രേയിൽ നിന്ന് വേർപെടുത്തി എടുക്കണം. ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇത് 4 സൈഡും ഒന്ന് വേർപെടുത്തി കൊടുത്താൽ മതിയാകും. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അപ്പോൾ തന്നെ നമ്മൾ ഇത് വേർപെടുത്തി എടുക്കണം. അല്ലെങ്കിൽ മെൽറ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടും. ഞാനിതിവിടെ വേർപെടുത്തി എടുത്തിട്ടുണ്ട്. ഇത് മെൽറ്റാകാതിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പുറത്തിരുന്ന് പെട്ടെന്ന് മെൽറ്റായി പോകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. ബൈ.